നമസ്കാരം. കേരള പഞ്ചായത്ത് വാർത്താ ചാനലിലേക്ക് സ്വാഗതം. തൃശൂർ ജില്ല മുരിയാട് ഗ്രാമപഞ്ചായത്ത് 100 ദിന പരിപാടി മുരിയാട് ഗ്രാമപഞ്ചായത്തിൽ 6 വാർഡുകളിൽ ലൈഫ് വീടുകൾ സമർപ്പിച്ചു. മുരിയാട് ഗ്രാമപഞ്ചായത്ത് 100 ദിന പരിപാടിയുടെ ഭാഗമായി 6 വാർഡുകളിൽ കൂടി നിർമ്മാണം പൂർത്തീകരിച്ച ലൈഫ് വീടുകളുടെ താക്കോൽദാനം നടത്തി. 4-ാം വാർഡ് പാറേക്കാട്ടുകരയിൽ വീടുകളുടെ സമർപ്പണം പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റിലപ്പിള്ളി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് രതി ഗോപി അധ്യക്ഷത വഹിച്ചു. 3 വീടുകളുടെ താക്കോൽദാന കർമ്മമാണ് ഇവിടെ നടന്നത്. 7-ാം വാർഡ് മുരിയാട് 4 വീടുകളുടെ താക്കോൽദാന കർമ്മം നടന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി ഗോപി താക്കോൽദാനം നിർവഹിച്ചു. നിർദ്ദേശങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഗ്രാമസഭയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. സ്വാഭാവികമായും ഒരുപാട് നിർദ്ദേശങ്ങൾ ഉയർന്നു വരും. ഈ വികസന പ്രക്രിയയുടെ ആദ്യഘട്ടം എന്നുള്ളത് പഞ്ചായത്തിന്റെ ആസൂത്രണ സമിതി യോഗം ചേരുകയും അവരുടേതായ കുറെ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ചേരുകയുണ്ട്. ഉദ്ദേശിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഗ്രാമസഭ വിളിച്ചു കൂട്ടിയത്. പക്ഷേ ഗ്രാമസഭയിൽ അംഗങ്ങൾ വളരെ കുറവാണ്. നിങ്ങളുടെ വാർഡിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ പങ്കാളിത്തം അല്ലെങ്കിൽ നിങ്ങളുടെ വാർഡിൻ്റെ വികസനത്തിന് നിങ്ങൾ പങ്കാളികളാവുക, അതിൻ്റെ എവിടെയൊക്കെയാണ് പോരായ്മകൾ, ഏതൊക്കെ പദ്ധതികൾ മുൻഗണന അനുസരിച്ച് കൊണ്ടുവരണം എന്നൊക്കെ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അതിപ്പോൾ ഈ ഉച്ചസമയമായതുകൊണ്ടാണോ വരാത്ത? അതിലൂടെ നടന്നു കഴിഞ്ഞിട്ടായിരിക്കും. ഈ പ്രക്രിയ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി എൻ്റെ ഗ്രാമസഭയും കൂടി തീരാനുള്ളൂ. ഇന്ന് ഉച്ചതിരിഞ്ഞ് എൻ്റെ ഗ്രാമസഭയുണ്ട്. അതുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പഞ്ചായത്തിലെ വികസന ഗ്രാമസഭകൾ പൂർത്തീകരിക്കും. അതിനുശേഷം ഉടൻ വരുന്ന നിർദ്ദേശങ്ങളെല്ലാം ആസൂത്രണ സമിതി പരിശോധിച്ച് നമുക്ക് ലഭ്യമായ തുകകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുൻഗണന കൊടുത്തുകൊണ്ട് അതിലിടപെടാനുള്ള ശ്രമമായിരിക്കും നമ്മൾ നടത്താൻ വേണ്ടി പോകുന്നത്. കഴിഞ്ഞ ഒരു വർഷക്കാലം നമ്മൾ ആസൂത്രണം ചെയ്ത പദ്ധതികൾ അത് സമയബന്ധിതമായി നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് 100 ദിന കർമ്മ പരിപാടി നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. കേരളത്തിൽ ഒരു പഞ്ചായത്തും അങ്ങനെ 100 ദിനം 100 പരിപാടി എന്ന പേരിൽ ഇന്നേ വരെ പരിപാടി ആസൂത്രണം ചെയ്തിട്ടില്ല. ഒരുപാട് പുതിയ പദ്ധതികളും വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട ഗ്രാമസഭയാണ്. അതായത് ഇനി നമുക്ക് നമ്മുടെ വാർഡുകളിൽ നടപ്പിലാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ തീരുമാനിക്കാനാണ് നമ്മളിത് ഗ്രാമസഭ കൂടിയിട്ടുള്ളത്. കോർഡിനേറ്റർ ഉണ്ട്, ആശാവർക്കർമാർ, അംഗനവാടി, പിന്നെ നമ്മളുടെ വയോജന ക്ലബിൻ്റെ പ്രസിഡന്റ് ബേബിച്ചി, പിന്നെ ഇവിടുത്തെ ലൈഫിൻ്റെ ഗുണഭോക്താക്കൾ, നമ്മുടെ വാർഡിലെ ഗ്രാമസഭാ അംഗങ്ങൾ. അപ്പോൾ ഇന്ന് നമ്മളുടെ 23-24 വർഷത്തെ പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട ഗ്രാമസഭയാണ്. അപ്പോൾ ഗ്രാമസഭയിൽ പറഞ്ഞ മാതിരി മെമ്പറുടെ വിഷമങ്ങൾ സങ്കടങ്ങളൊക്കെ നേരത്തെ പറയുന്നത് കേട്ടു. കാരണം 7-ാം വാർഡിൽ കുറേ പ്രശ്നങ്ങളായിട്ട് എപ്പോഴും ആൾക്കാർ സമീപിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം ഗ്രാമസഭയിൽ ആൾക്കാർ കുറവ് കൊണ്ടത് കൊണ്ടാണ് ആൾ ആ വിഷമങ്ങളൊക്കെ പറഞ്ഞത്. ക്ഷേമകാര്യ സമിതി ചെയർപേഴ്സൺ സരിത സുരേഷ് അധ്യക്ഷത വഹിച്ചു. 2-ാം വാർഡ് ആനന്ദപുരത്ത് നിർമ്മാണം പൂർത്തീകരിച്ച ഒരു വീടിന്റെ താക്കോൽദാന കർമ്മം ക്ഷേമകാര്യ സമിതി ചെയർപേഴ്സൺ സരിത സുരേഷ് നിർവഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KU വിജയൻ, വാർഡംഗം നിജി വത്സൻ, പഞ്ചായത്ത് അംഗം AS സുനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. 8-ാം വാർഡ് ചേർപ്പുകുന്നിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റിലപ്പിള്ളി താക്കോൽദാന കർമ്മം നിർവഹിച്ചു. വാർഡ് അംഗം നികിത അനൂപ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം മണി സജിയൻ ആശംസയർപ്പിച്ചു. 11-ാം വാർഡ് ഊരകം വൈറ്റില മൂലയിൽ നിർമ്മാണം പൂർത്തീകരിച്ച വീടിന്റെ താക്കോൽദാന കർമ്മം വൈസ് പ്രസിഡന്റ് രതി ഗോപി നിർവഹിച്ചു. പഞ്ചായത്ത് അംഗം മനീഷ് അധ്യക്ഷത വഹിച്ചു. 10-ാം വാർഡ് ഊരകത്ത് 5 വീടുകളുടെ താക്കോൽദാന കർമ്മം പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റിലപ്പിള്ളി, വൈസ് പ്രസിഡന്റ് രതി ഗോപി, ആരോഗ്യ വിദ്യാഭ്യാസ ചെയർമാൻ KU വിജയൻ എന്നിവർ ചേർന്ന് നിർവഹിച്ചു. 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ഇതിനകം 30 വീടുകളുടെ താക്കോൽദാന കർമ്മം പൂർത്തിയായി. കേരള പഞ്ചായത്ത് വാർത്താ ചാനൽ തത്സമയം കാണുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകൾ ഷെയർ ചെയ്യുക.